ഞണ്ട് തോരൻ വയ്ക്കാനായിട്ട് ഞാനിതേ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ്, നല്ല സൂപ്പർ നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുകിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറ്റൽമുളക് ഇട്ടു. അതിനോടൊപ്പം തന്നെ അത് പൊട്ടി വന്നപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പില ഇട്ടു. ഇനി കുറച്ച് ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി ഇട്ടു. കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു. ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇളക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കോഴി കൂവുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ കോഴിയെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. മെയിനായിട്ട് 2 പൂവനുണ്ട്. ആ പൂവൻ ഭയങ്കര വലുതാവുകയും ചെയ്തു. ഈ മേനക്കെട്ട് കൂവാക്കാൻ തന്നെ. പിന്നെ 2 ദിവസം കൊണ്ട് ഒരു കോഴിയാണോ 2 കോഴിയാണോ എന്തോ പിടക്കോഴിയുടെ 2 മുട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി,
ഇനി ഞാൻ സൂപ്പർ ഞണ്ട് കണ്ടു, ഞണ്ട് അതിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല, നമുക്ക് ഈ ശകലം ഒന്ന് ഇതൊന്ന് അടച്ചിടാം. അപ്പം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി രണ്ടിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങയുണ്ട്. ആ തേങ്ങ അതിലേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഞണ്ട് വൃത്തിയാക്കുന്നതൊക്കെ ഞാൻ 1-2 ആദ്യമൊക്കെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞണ്ട് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഞണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ ഞണ്ടായാലും വലിയ ഞണ്ടായാലും അതിനകത്തിരിക്കുന്ന ചിലരതിൻ്റെ അകത്തെ പൂവൊന്നും എടുത്ത് കളയത്തില്ല. അതെല്ലാം എടുത്ത് കളയണം. അകത്തെ പൂ കണക്കിരിക്കുന്നതും അതിനകത്ത് അതെല്ലാം എടുത്ത് ആ ഉള്ളിൽ ആ 2 സൈഡിലെ മാംസം മാത്രമേ വയ്ക്കാവൂ. അല്ലാതിരിക്കുന്ന ഞാനിത് വൃത്തിയാക്കുന്നതൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനത് കാണിക്കാഞ്ഞത്. ചിലർ ഞാൻ കണ്ട് ആ ഒരു സൈസ് പൂ കണക്കിരിക്കുന്ന അതെടുത്ത് കളയത്തില്ല. അത് കളയാനുള്ളതാണ്. അതിൻ്റെ കളയാനുള്ള ഈ 2 സൈഡിലെ ആ മാംസം മാത്രമാണ്. അതിനകത്തിരിക്കുന്ന ആ പൂ കണക്ക് അതിൻ്റെ പുറത്തിരിക്കുന്ന അതും അതെല്ലാം എടുത്ത് കളയണം. അതിനകത്ത് മാംസം കണക്കിരിക്കുന്നത് മാത്രമേ കളയാതെ വയ്ക്കാവൂ. അത് മാംസമാണ്, അത് കളയരുത്. അല്ലാതെ പൂ കണക്കിരിക്കുന്നതൊക്കെ കളയാനുള്ള ഒരിതാണ്. നമുക്ക് ഈ ഞണ്ടെന്ന് പറയുന്നത് നമ്മളങ്ങ് ആറ്റിങ്ങൽ താമസിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ അച്ഛൻ ഞണ്ട്, കൊഞ്ച്, പിന്നെ ഈ ആട്ടിൻ്റെ കുടൽ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും മേടിച്ചില്ല. അതങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും എൻ്റെ കൂടെ കുഞ്ഞിലെ
ചോറൊക്കെ കഴിച്ചിട്ട് അപ്പുറം ചെല്ലുമ്പോൾ ചോദിക്കും, അപ്പച്ചീൻ്റെ മക്കളൊക്കെ ചോദിക്കും, അച്ഛൻ ആറ്റയക്കാരനാണ്, ഇന്ന് എന്തായിരുന്നു വീട്ടിൽ കൂട്ടാൻ? അപ്പം ഞാൻ പറയും ചേച്ചിയുടെ കോലും എന്നാൽ ഇറച്ചിയുടെ അതിൻ്റെയൊക്കെ ഒരു ഗുണമുണ്ടല്ലോ, എന്തോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പണ്ടത്തെ അതൊരു ടേസ്റ്റ് തന്നെയാണ്. കൂടുതലുണ്ടോ? നോക്കിയാണ്ട് ഇത് ഉപ്പ് കൂടുതലുണ്ടാകും. ഉപ്പ് കൂടുതലുണ്ടാകും. ഉണ്ടോ? ശകലം കൂടുതലുണ്ടോ? ഈ ഒരു ശകലം തേങ്ങ ഉടഞ്ഞ് തിരിയാൻ ഞാൻ കുറച്ച് ശകലം തിരിയാൻ ഇത് കേട്ട് കാണുമോ? അപ്പം നമ്മുടെ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പറല്ലേ? കണ്ടോ, നമ്മുടെ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം നിങ്ങൾക്ക് എൻ്റെ ഞണ്ട് തോരൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബായ്.